ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ദിസ് ഇസ് മീ അൽഫിൻ അബ്ദുൽ സലാം. UGC നെറ്റ് പരീക്ഷ നടന്നു. ജൂൺ 2026 നെറ്റ് പരീക്ഷയെ ചുറ്റിപ്പറ്റി ഒരുപാടധികം സംശയങ്ങളാണ് നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത്. പരീക്ഷാ ചോദ്യത്തിലെ വന്ന പിഴവുകൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്തത്, ഇനി മുമ്പോട്ട് എന്തായിരിക്കും അവസ്ഥ എന്നാലോചിച്ചിരിക്കുന്നവരായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ജൂൺ 2026 നെറ്റ് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒട്ടനവധി ചോദ്യങ്ങളാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ ഉയർന്നു വന്നത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ, അതിനുശേഷം ആൻസർ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാകുന്നു, ലീക്കായതിനു ശേഷം റീടെസ്റ്റ് നടത്തുന്നു, റീടെസ്റ്റിന്റെ അവിടെ വെച്ച് ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഫിംഗർ പ്രിന്റ് വെരിഫിക്കേഷൻ നടക്കാതെ വരുന്നു, ആളുകൾ ഫിക്സ് വന്ന് നിലത്ത് വീഴുന്നു, ഒരുപാടധികം ആളുകളുടെ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്നു, അവരുടെ ജീവിത ചോയ്സുകൾ, അവരുടെ ഡെഡിക്കേഷൻ എല്ലാത്തിനെയും കാറ്റിപ്പറത്തിക്കൊണ്ട് ഇറസ്പോൺസിബിൾ ആയിട്ട് NTA പെരുമാറുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെറ്റ് പരീക്ഷ ജൂൺ 2026 നടക്കുന്നത്. ആ 2026 നെറ്റ് പരീക്ഷയിലോ 2024 ചോദ്യ പേപ്പർ കോപ്പി അടിച്ച് AI ഇട്ടിട്ട് 26 ചോദ്യ പേപ്പർ ആക്കി നമുക്ക് തന്നിരിക്കുന്നു. ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ് ചോദ്യ പേപ്പറുകൾ 2024 ഡിസംബറിലെ നെറ്റ് പരീക്ഷയുടെ അതേ ചോദ്യം. ഈ 2024 നെറ്റ് പരീക്ഷയ്ക്ക് വേറെ പ്രത്യേകതകളുണ്ട്. 2024 ജൂൺ നെറ്റ് പരീക്ഷ റദ്ദ് ചെയ്തിരുന്നു. കാരണം എന്നതാ, 2024 ജൂൺ നെറ്റ് പരീക്ഷയിലെ ചോദ്യ പേപ്പർ ലീക്കായി. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും സെലക്ഷൻ പരീക്ഷകൾക്കും സംഭവിക്കുന്നത്. പക്ഷേ ഇത് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നം തന്നെയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കാണിക്കുന്നത് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ തന്നെയാണ്. ആൻഡ് വി ആർ വിത്ത് യു സ്റ്റുഡൻസ്. സ്റ്റുഡൻറ് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഉറക്കം ഉളച്ചിരുന്ന് പഠിച്ച് നേടുന്ന ഒരാൾ നെറ്റ് നേടുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാൻ ഈ ഇന്ത്യയിലെ ടോപ്പ് 1% സ്റ്റുഡൻ്റ് ആയിട്ട് മാറി, എനിക്ക് എൻ്റെ സബ്ജക്റ്റിൽ ഇത്രത്തോളം വാല്യൂ ഉണ്ട് എന്ന് നമുക്ക് സർട്ടിഫൈ ചെയ്ത് തരുന്ന നമ്മളുടെ നെറ്റ് പരീക്ഷ, നമ്മളുടെ നെറ്റ് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്നത്. നെറ്റ് പരീക്ഷ പാസ്സാകുന്നത് പാടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ പാടായ പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നിടത്താണ് ഒരു നെറ്റ് ക്വാളിഫൈഡ്, JRF ക്വാളിഫൈഡ് ആസ്പിരന്റ് വാലിഡേറ്റഡ് ആകുന്നത്. ആ വാലിഡേഷനെ കാറ്റിൽ പറത്തുന്ന പ്രവൃത്തിയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഉറപ്പായിട്ടും ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ജനങ്ങളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആസ്പിരൻസിന്റെ രോഷത്തിനെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും നമ്മുടെ സർക്കാരും കേന്ദ്ര സർക്കാരും മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട തിരുത്തലുകൾ കൊണ്ടുവരട്ടെ എന്ന് മാത്രം ആശംസിക്കാം. പക്ഷേ നമ്മളുടെ ചോദ്യം അതല്ല, ഈ എക്സാമിന് എന്ത് സംഭവിക്കും? ഈ എക്സാം റദ്ദ് ചെയ്യപ്പെടണോ? ഈ എക്സാം നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയേണ്ടത്. എന്താണ് ഈ എക്സാമിൽ സംഭവിച്ചത്? ഒരുപാടധികം ആളുകൾ എന്ത് ചെയ്തു, എററുകൾ ഉണ്ടെന്നും വാക്കുകൾ, സോഷ്യോളജിയിലാണെങ്കിൽ സോഷ്യോളജിസ്റ്റുകളുടെയും തിയറിസ്റ്റുകളുടെയും പേരിലെ സ്പെല്ലിംഗ് ബേസിക് മിസ്റ്റേക്ക് വരുത്തിയ ചോദ്യപേപ്പറാണ് നമുക്ക് വന്നിട്ടുള്ളത്. സാധാരണ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഈ ചോദ്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ വന്നതിന് ശേഷം ചലഞ്ച് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചലഞ്ച് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഒഴിവാക്കിയ ചോദ്യങ്ങൾക്ക് സ്പെഷ്യൽ മാർക്ക് തരികയോ അതിന്റെ മാർക്ക് റദ്ദാക്കി ഫൈനൽ മാർക്ക് തീരുമാനിക്കുകയോ ചെയ്യുകയായിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 1, 2, 3, 4 തെറ്റല്ല, വളരെ വലിയ സിസ്റ്റമിക് പിഴവാണ് നമുക്ക് ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് എന്താണ് സംഭവിച്ചത്? 2024 ജൂണിലെ നെറ്റ് പരീക്ഷ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചോദ്യപേപ്പർ ലീക്കായി പ്രൂവ് ചെയ്യപ്പെട്ട് ഡിസെന്റ് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? ആ പരീക്ഷ റദ്ദ് ചെയ്ത് സെപ്റ്റംബർ മാസം റീ എക്സാം നടത്തി. ഇത്തവണ നമുക്ക് അങ്ങനെ ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ടോ? ഇപ്പോൾ വരെയുള്ള നിലവിലുള്ള നമ്മളുടെ അറിവ് വെച്ച് നമുക്ക് അങ്ങനെ ഒരു സാധ്യത നമ്മുടെ മുമ്പിലില്ല. കാരണം ചോദ്യത്തിന്റെ കട്ടി കുറയുക, ടഫ്നെസ് കുറയുക എന്ന് പറയുന്നത് ടെക്നിക്കലി ഒരു ഇഷ്യൂ അല്ല, ഒരു എറർ അല്ല. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറഞ്ഞാലും ഒരു ടെക്നിക്കൽ പിഴവല്ല, അല്ലെങ്കിൽ അതൊരു ഗുരുതര പിഴവായിട്ട് ഒരു സിസ്റ്റത്തിനും കണക്കാക്കുവാനുള്ള നിബന്ധനകളില്ല. അതുകൊണ്ട് തന്നെ ഓൺ പേപ്പർ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഒരു ഷിഫ്റ്റ് വന്നു, ഒരു എറർ വന്നു എന്നുള്ളത് ഒരു പാസീവ് മിസ്റ്റേക്ക് ആയിട്ട് മാത്രം കടന്നു പോകാനാണ് സാധ്യത. ആൻഡ് ഇഫ് നമുക്ക് ഈ ചോദ്യ പേപ്പറിൽ, ഈ പരീക്ഷയിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസിനെ പറ്റി ആളുകൾക്ക് കൂടുതൽ കൺസേൺ ഉണ്ടാവുകയും ആളുകൾ ചോദ്യങ്ങൾ റേസ് ചെയ്യുകയും ചെയ്തതിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. വിത്ത് ഇനഫ് പ്രൊട്ടസ്റ്റ് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ചേഞ്ചസ് വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇറ്റ് വിൽ ഓൾ ഡിപ്പെൻഡ് അപ്പോൺ ദ സോഷ്യൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് ഈസ് സെറ്റ് അറൗണ്ട് ദിസ് എക്സാം. എങ്ങനെയായിരിക്കും നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്നൊരു നയം ഉണ്ടാവാൻ പോകുന്നതെന്ന്. പക്ഷേ ഇതുവരെയും ഒരു ഏജൻസിയും തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തതുകൊണ്ടും ആരും റെസ്പോൺസിബിൾ ആയിട്ട് മുമ്പോട്ട് വരാത്തതുകൊണ്ടും പ്രത്യേകിച്ചൊരു മൂവ്മെന്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല.
പക്ഷേ ഇത് വലിയൊരു പ്രശ്നമാണ് നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തരികയും ഒരു ചോദ്യം നിങ്ങൾക്ക് മണിക്കൂർ എടുത്ത് മാത്രം സോൾവ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് ചോദ്യങ്ങൾ മാത്രം മാറ്റി വെക്കുകയും ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇറസ്പോൺസിബിൾ വെരി ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത്തവണ NTA ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രെയിമിങ്ങിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ആളുകൾക്ക് ആൻസറുകൾ എഴുതാനായിട്ട് സാധിക്കും. കട്ട് ഓഫ് ലെവൽ വളരെ ഉയർന്നു പോകാനും സാധിക്കും. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹോപ്പുകൾക്കാണ്. നിങ്ങൾ ഇത്തവണ JRF ക്വാളിഫൈ ചെയ്യാനായിട്ട് ഇനി ഞാൻ നല്ലപോലെ പെർഫോം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു, അതുകൊണ്ട് എനിക്ക് ഇത്തവണ JRF ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമായിരിക്കും എന്ന് വിശ്വസിച്ച പരീക്ഷയ്ക്ക് റിസൾട്ട് കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന ഒരു നിരാശ ഉണർത്തുന്ന റിസൾട്ട് ആയിരിക്കും എന്നുള്ളത് ഷുവറാണ്. ഡോണ്ട് കീപ് യുവർ ഹോപ്സ് ഹൈ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ് സബ്ജക്ട് എഴുതിയ, പ്രത്യേകിച്ച് മലയാളം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, സോഷ്യൽ വർക്ക് എഴുതിയ കുട്ടികളോടാണ്, സോഷ്യോളജി എഴുതിയ കുട്ടികളോടാണ്, നിങ്ങളുടെ ഹോപ്പുകൾ നിങ്ങൾ ഒരുപാടധികം ഉയരത്തിലേക്ക് കൊണ്ടുവെക്കേണ്ട. ദ പ്രോബ്ലം ഇസ് സ്റ്റിൽ ഇൻ ദ ഇവാലുവേഷൻ, ഇൻ ദ മാർക്സ്. ആൻഡ് നമുക്ക് ആൻസർ കീ ചലഞ്ച് വന്നു കഴിയുമ്പോഴത്തേക്കും ചലഞ്ച് ഉയരുകയും കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇത് ഡ്രോപ്പ് ഓഫ് ആയി പോവുകയും മറ്റൊരു എക്സാം നടത്തപ്പെടുവാനുമുള്ള സാധ്യത നമ്മളുടെ മുമ്പിലുണ്ട്. സോ ബട്ട് ഏറ്റവും കൂടുതൽ സാധ്യത ഈ റിസൾട്ട് പുറത്തു വരുവാൻ വേണ്ടിയിട്ടും റിസൾട്ട് പുറത്തു വരുമ്പോൾ കട്ട് ഓഫ് നല്ലപോലെ ഉയർന്നു പോകുവാനും വേണ്ടിയിട്ട് തന്നെയാണ്. സോ ഡോണ്ട് കീപ് യുവർ ഹോപ്സ് ഹൈ. നിങ്ങൾ നിരാശയിലേക്ക് പോകരുത്. നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങൾ ഹോപ്പ് വെക്കേണ്ട എന്നൊന്നുമല്ല പറയുന്നത്. നിങ്ങൾ ഒരു അമിതമായിട്ട് നമ്മൾ ആശ വെച്ചിട്ട് നിരാശയിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക മക്കളെ. ബട്ട് കട്ട് ദാറ്റ് ക്രാപ്പ്. നമ്മൾ എന്ത് ചെയ്യുക, ഡിസംബറിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നമ്മൾക്ക് ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള സിസ്റ്റം അല്ല NTA എന്ന് പറയുന്നത്. നമ്മൾ എത്ര പ്രൊട്ടസ്റ്റ് ചെയ്താലും നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂവിന്റെ പുറത്ത് നമുക്ക് റീടെസ്റ്റ് നടത്തുവാനോ നമുക്ക് നീതി നൽകുവാനോ NTA നടത്താനായിട്ട് പോകുന്നില്ല. നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഡു വാട്ട് എവർ ദാറ്റ് ഈസ് പോസിബിൾ. നമുക്ക് സോഷ്യലായിട്ടും സോഷ്യൽ മീഡിയാസിലൂടെ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആയിട്ടാണെങ്കിലും വി ക്യാൻ പ്രൊട്ടസ്റ്റ്, വി ക്യാൻ മേക്ക് ചേഞ്ചസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിന്റെ പ്ലാൻ ബിയും കൂടെ സെറ്റ് ചെയ്ത് വെക്കണം. ആൻഡ് പ്ലാൻ ബി ഈസ് ഡിസംബർ കേട്ടോ. നിങ്ങൾ ഇതിന്റെ പുറകെ പോയി ഡിസംബറിലേക്കുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ബ്ലോക്ക് ചെയ്യേണ്ട. നമ്മൾ നേരത്തെ നമ്മുടെ വെബിനാറുകളും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡിസംബർ പ്ലാനായിട്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക. നമ്മുടെ ബാച്ചുകളും അതേ മെത്തേഡിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. സ്റ്റിക്ക് ഓൺ വിത്ത് ഇറ്റ്. ഡിസംബറിലേക്ക് പ്രിപ്പയർ ചെയ്യുക ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് കേട്ടോ. ഇഗ്നോർ അബൌട്ട് ദ ജൂൺ റിസൾട്ട്, ഇഗ്നോർ അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു കം ഔട്ട് ഇൻ ദ ജൂൺ റിസൾട്ട്. പ്രിപ്പയർ, സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്, ഗോ ഓൺ പ്രിപ്പയറിംഗ് ഫോർ ദ ഡിസംബർ എക്സാം. അതാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യാനുള്ളത്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനായിട്ടുള്ളതും. സോ ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയെ പറ്റി മറക്കുക, അതിന്റെ റിസൾട്ടിനെ പറ്റി മറക്കുക. സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ ഡിസംബർ. ഓക്കെ, സോ ഡോണ്ട് കീപ് യുവർ ഹോപ്സ് ഹൈ. നമുക്ക് ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് എക്സാം വിൽ ബി കണ്ടക്റ്റഡ് അഗെയിൻ. റീഷെഡ്യൂൾ ഇതൊന്നുകൂടെ കണ്ടക്ട് ചെയ്യുമെന്ന് നമുക്ക് ഹോപ്പ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഡിസംബറിലേക്ക് പഠിച്ചു തുടങ്ങാം. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഹോപ്പ് കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രിപ്പറേഷൻ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. JRF എന്നുള്ള സ്വപ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്നിടം വരെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മളുടെ സൈഡിൽ നിന്നും വീട്ടുകാരുടെ സൈഡിൽ നിന്നും നാട്ടുകാരുടെ സൈഡിൽ നിന്നും NTAയുടെ സൈഡിൽ നിന്ന് വന്നാലും വിട്ടുകൊടുക്കാതിരിക്കുക മക്കളെ. ശക്തമായിട്ട് പഠിക്കുക. JRF നിങ്ങൾക്ക് തന്നെയുള്ളതാണ് CCക്കൊപ്പം. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് അപ്ഡേറ്റ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ദിസ് ഇസ് മീ, യുവർ അൽഫിൻ അബ്ദുൽ സലാം, സൈനിങ് ഓഫ് ഫോർ കോമ്പറ്റീറ്റീവ് ക്രാക്കർ. താങ്ക് യു.